ചില ആളുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ശല്യപ്പെടുത്തും. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി സംസാരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ നമ്മൾ പറയുക? ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്തല്ലേ എന്നൊക്കെ പറയില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിലും പറയാം. ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ എന്നെങ്ങനെ പറയും? ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ. ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് ശല്യപ്പെടുത്തല്ലേ. ഡോണ്ട് ഡിസ്റ്റർബ് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് നിർത്തല്ലേ. ഡോണ്ട് സ്റ്റോപ്പ് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കല്ലേ. ഡോണ്ട് ടേക്ക് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് പാടല്ലേ. ഡോണ്ട് സിങ് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് മ്യൂസിക് പ്ലേ ചെയ്യല്ലേ. ഡോണ്ട് പ്ലേ മ്യൂസിക് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് ചിരിക്കല്ലേ. ഡോണ്ട് ലാഫ് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് ഒന്നും എഴുതല്ലേ. ഡോണ്ട് റൈറ്റ് എനിത്തിങ് ഇൻ ബിറ്റ്വീൻ. ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് വേറൊരു കാര്യം ഇടയ്ക്ക് കയറി ചെയ്യുന്ന ആളുകളോടൊക്കെ നമുക്ക് ഇത്തരത്തിൽ പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ ശ്രദ്ധിച്ചോ? ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? ഡോണ്ട് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടോക്ക്, സംസാരിക്കുക. അത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഫസ്റ്റ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ എന്ന് ഉപയോഗിക്കുക. ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ. ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ പ്ലീസ്. ഇതുപോലെയുള്ള സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യൂ. സംസാരിക്കുമ്പോൾ ഉപയോഗിക്കൂ.